നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 24 ബുധനാഴ്ചയാണ്. കർക്കടകം 9-ാം തീയതി. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലകപ്പെട്ട അർജുനായുള്ള തെരച്ചിൽ ഇന്ന് 9-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഗംഗാവാലി പുഴയിൽ നദിയിൽ തെരച്ചിൽ നടത്തി അതിന് വിദഗ്ധ സംഘം എത്തിയിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ സംവിധാനങ്ങളോടെ കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്താൻ മണ്ണിനടിയിലും കൂടുതൽ തെരച്ചിൽ നടത്താനുള്ള സംവിധാനങ്ങളുമായി ഇന്ന് പ്രഭാതത്തിൽ തന്നെ തെരച്ചിൽ വീണ്ടും തുടങ്ങും. അർജുനായി അതിനൊപ്പം തന്നെ മണ്ണിടിച്ചിലിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാമായി അവരുടെ ജീവൻ രക്ഷപ്പെടില്ല എന്നുള്ള ഒരു ആശ്വാസമില്ലായ്മയല്ല, എല്ലാവരുടെയും ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ ഒരു കിരണമുണ്ട്. ഒരു പക്ഷേ അവർ അപ്പുറത്തെങ്ങാനും മാറി ജീവനോടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ഇന്നും തെരച്ചിൽ വളരെ നിർണായകമാണ്. ഇന്ന് പ്രഭാതം മുതൽ ആ തെരച്ചിൽ തുടരും. 24-ന്റെ വാർത്താ സംഘം അവിടെ തുടരുന്നുണ്ട്. പ്രഭാതത്തിൽ ആ വാർത്തകളിൽ തന്നെയായിരിക്കും നമ്മൾ കൂടുതൽ കേന്ദ്രീകരിക്കുക. ഒപ്പം ഇന്ന് വരുന്ന മറ്റ് വാർത്തകളിലേക്ക് കൂടി. ആദ്യം ഹെഡ്ലൈൻസ്. അർജുനായുള്ള തെരച്ചിൽ 9-ാം നാളിലേക്ക്. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് 9-ാം നാളിലേക്ക് കടക്കുന്നു. റഡാർ സിഗ്നൽ ലഭിച്ച ഗംഗാവാലി പുഴയിലെ മൺകൂനയിൽ ഇന്ന് തെരച്ചിൽ നടത്തും. ആഴത്തിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഇന്ന് എത്തിക്കുന്നുണ്ട്. പുഴയിലെ ആഴത്തിലുള്ള തെരച്ചിലിനായി കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നും ലോറി ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. Which reach up to 60 feet. It is a maximum what is there in our area. It is coming from Gokak near Belgaum. That also it is loaded 2 vehicle, 2 machine I have told, but unfortunately that 40 meter of the backside it is showing. For that we have done only one machine, and if required tomorrow also we will bring the another machine. Machine you have seen. Okay. ഷിരൂരിൽ നിന്ന് അരുൺ പാറയ്ക്കലും അരുൺ പൂപ്പറമ്പയുമാണ് ഈ പ്രഭാതത്തിൽ ചേരുന്നത്. ആദ്യം അരുൺ പാറയ്ക്കലിലേക്കാണ്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തെരച്ചിൽ നമ്മൾ കാണുന്നു. അതിനുശേഷം ഉണ്ടാക്കുന്ന ആധികൾ, ഒപ്പം തന്നെ ഈ മഴ ഇടയ്ക്കിടെ ശക്തമായി പെയ്യുന്നു. അവിടെയുള്ളൊരു മഴ നമ്മുടെ കേരളത്തിൽ സാധാരണ കാണുന്ന മഴ പോലെയല്ല എന്ന് നിങ്ങളെല്ലാവരും തന്നെ പറഞ്ഞു. തുടക്കം മുതൽ വലിയ ബുദ്ധിമുട്ടാണ്, ശക്തമായ കാറ്റുമുണ്ട്. ഇന്നിപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്താനുള്ള തീരുമാനം. MLA അത് പറയുകയും ചെയ്തു. രാവിലെ എത്ര മണിക്ക് തുടങ്ങും, എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സ്മിത, രാവിലെ 6:30യോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഒപ്പം ഈ വെളിച്ചക്കുറവുണ്ട്. ഈ വെളിച്ചം വന്നതിന് ശേഷം മാത്രമേ പുഴയിലിറങ്ങി തെരച്ചിൽ ആരംഭിക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രതികൂലമായ കാലാവസ്ഥയെ കൂടി തരണം ചെയ്യുന്ന കണക്കിലെടുക്കേണ്ടി വരും. 8 മണിയോടുകൂടി ഈ തെരച്ചിൽ പൂർണ്ണമായും തോതിൽ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നത്. ശക്തമായ കാറ്റും മഴയും രാവിലെ തന്നെ ഈ ഷിരൂർ മേഖലയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ തെരച്ചിലിന് ആധുനികമായ യന്ത്രങ്ങൾ ഉപയോഗിക്കും. ഇന്നലെ സിഗ്നൽ കണ്ടെത്തിയ മൺകൂന കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നിപ്പോൾ പരിശോധന ഉണ്ടാവുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പുഴയിൽ തുരുത്ത് പോലെ മണ്ണ് ഇങ്ങനെ കുന്നുകൂടി നിൽക്കുകയാണ്. ഷിരൂർ മല ഇടിഞ്ഞ് ആ പുഴയുടെ നടുഭാഗത്തോളം ഏകദേശം എത്തിയിട്ടുണ്ട് മണ്ണ്. അത് 30 മീറ്ററിലധികം ആഴമുള്ള പുഴയ്ക്ക് മൺകൂന ഇങ്ങനെ ഒരു തുരുത്ത് പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ആഴത്തിൽ ഈ ലോറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോഹ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് അങ്ങനെ ഈ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്ന ആധുനികമായ യന്ത്രങ്ങൾ വേണം. ഈ യന്ത്രങ്ങളൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ്
ഈ സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. റിട്ടയർഡ് ജനറൽ M ഇന്ദ്രബാലൻ ഷിരൂരിലേക്ക് എത്തും. അദ്ദേഹത്തിൻ്റെ സേവനം, അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇതൊക്കെ സൈന്യത്തിനും അതുപോലെ തന്നെ ഈ നാവികസേന ഉദ്യോഗസ്ഥർക്കുമൊക്കെ അത്യന്താപേക്ഷിതമാണ്. കാരണം അനുഭവ സമ്പത്തുള്ള ആളുകൾ ഇത് സാധാരണ നമ്മളൊരു സ്ഥലത്ത് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളല്ല. ഇത് അത്യന്തം അപകടം നിറഞ്ഞ പ്രദേശമാണ്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും മലയിടിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കനത്ത മഴയുണ്ട്. ഈ പുഴയിലാണെങ്കിൽ അടിയൊഴുക്ക് വളരെ രൂക്ഷമാണ് സ്മിത. ഒന്ന്, വീതി കൂടിയ പുഴയാണ്. ഈ പ്രദേശത്ത്, ഈ അപകടം നടന്ന പ്രദേശത്ത് 500 മീറ്ററിലധികം വീതിയുണ്ട്. ആ വീതി കൂടിയ പുഴയിൽ അതിൻ്റെ പകുതിയോളമാണ് ഈ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. പുഴ ചില ഭാഗങ്ങളിലൊക്കെ പുഴ ഗതിമാറി ഒഴുകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള പ്രതികൂലമായ കാര്യങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നതാണ് ഇപ്പോൾ പ്രധാനമായും ആലോചിക്കുന്നത്. ഇന്നിപ്പോൾ 6:30 തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചത്. പക്ഷേ 6:30 തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയില്ല. കരയിൽ ഇനി തിരയാനൊന്നുമില്ല. കരയിലെ ഏകദേശം തെരച്ചിലൊക്കെ പൂർത്തിയാക്കി. അതുപോലെ തന്നെ റോഡ് ഗതാഗതം തുറന്നു കൊടുക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരും ഒക്കെ ഉള്ളത്. പ്രത്യേകിച്ച് ഈ ലോറി ഉടമകളുടെ സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി വരുന്നുണ്ട്. ചരക്ക് ഗതാഗതം ഏറ്റവും കൂടുതലുള്ള പാതയാണ് NH66. അത് ഈ ലോറി ഉടമകളുടെ സംഘടനകളൊക്കെ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. അതുകൊണ്ട് ഇന്നോ നാളെയോ ആയി ഈ റോഡ് പൂർണ്ണമായ തോതിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നദി കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും തെരച്ചിൽ തുടരുക. അതിനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. എന്തായാലും ഈ ആധുനികമായ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചു. GPS സിസ്റ്റം അതിലൂടെ ഈ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആർമി ഉള്ളത്. അതിൻ്റെ ഭാഗമായുള്ള തെരച്ചിലാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. എന്തായാലും റിട്ടയർഡ് ജനറൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് 10 മണിയോടുകൂടി സ്ഥലത്തെത്തും. ആധുനികമായ യന്ത്രങ്ങൾ ഉടൻ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് MLA അറിയിച്ചത്. ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള. രാവിലെ മഴ തുടങ്ങിയോ അരുൺ? കുട ചൂടി നിൽക്കുന്നത് കണ്ടതുകൊണ്ട് ചോദിച്ചതാ. ഇന്നത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയായിരിക്കും? സ്മിത, ഈ പ്രദേശത്ത് ഷിലൂർ മേഖലയിൽ അപകടം നടന്ന പ്രദേശത്ത് ഗംഗാവലി പുഴയ്ക്ക് മുകളിൽ ശക്തമായ മഴയാണ്. അതായത് ഇടവിട്ട് പെയ്യുന്ന അതിശക്തമായ മഴ മാത്രമല്ല, മഴയത്ത് പിന്നെയും നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ നിൽക്കാൻ സാധിക്കും. ഭീകരമായ കാറ്റാണ്. നമുക്ക് നിൽക്കാൻ പോലും കഴിയാത്ത, ഈ കുട ചൂടി നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കാറ്റാണ്. പലപ്പോഴും അത് ഭയപ്പെടുത്തുന്നുമുണ്ട്. എന്തായാലും ഈ കാറ്റിനെയും അതുപോലെ തന്നെ ശക്തമായ മഴയെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പുഴയിൽ ഈ തെരച്ചിൽ തുടരുക എന്നതാണ് സൈന്യത്തെയും നാവികസേനയെയും സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളികളെ അവർക്ക് അതിജീവിക്കണം. ഈ പുഴയിൽ അടിയൊഴുക്കും രൂക്ഷമാണ്. പ്രത്യേകിച്ച് ഈ കർണാടക ഉൾക്കാടുകളിലൊക്കെ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്. അതുകൊണ്ട് ഈ പുഴയുടെ പല ഭാഗങ്ങളിലും കരയിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അടിയൊഴുക്ക് രൂക്ഷമാവുകയാണ്. പുഴ എപ്പോഴും കലങ്ങി മറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഈ പുഴയുടെ മുകൾ ഭാഗത്ത് നിന്ന്, അതായത് പുഴയുടെ തുടക്ക ഭാഗത്തു നിന്നൊക്കെ ഈ മരങ്ങളൊക്കെ, ചില കൂപ്പുകളിൽ നിന്നൊക്കെ മരങ്ങളൊക്കെ ഒലിച്ചു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ, പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇപ്പോൾ നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പ് കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഇന്ന് പ്രധാനമായും സൈന്യം ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും? ഇന്നലെ നേവിയുടെയും സൈന്യത്തിൻ്റെ, അതായത് കരസേനയുടെയും നേതൃത്വത്തിൽ ഈ ഗംഗാവലി പുഴയിൽ, ഇപ്പോൾ പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നത് ഗംഗാവലി പുഴയിലാണ്. കരയിലെ തെരച്ചിൽ കഴിഞ്ഞ ദിവസം തന്നെ പൂർണ്ണമായി ഔദ്യോഗികമായി തന്നെ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഗംഗാവലി പുഴയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമാണ്, ശ്രമകരമായിട്ടുള്ള ദൗത്യമാണെന്ന് നേവിയുടെ ഇന്നലത്തെ അവരുടെ തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ അത്തരമുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പുഴയുടെ ഒരു ഘടന അവർ മനസ്സിലാക്കിയതനുസരിച്ച് ശക്തമായ അടിയൊഴുക്കാണ്. അതിൽ ഇന്നലെ ഈ മുങ്ങൽ വിദഗ്ധരൊക്കെ അതിനുശേഷം പറഞ്ഞത്, അവർ ഡൈവ് ചെയ്തതിന് ശേഷം 10-20 മീറ്റർ മാറി വെർട്ടിക്കലായാണ് അവർക്ക് നിലയുറപ്പിക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ശക്തമായ അടിയൊഴുക്കിൽ അവർക്ക് ഈ മുങ്ങി എന്തെങ്കിലും സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടി വലിയ പ്രയാസകരമാണ് എന്നതാണ് അവർ പറയുകയും ചെയ്തത്. അതോടൊപ്പം ഈ വിവിധ ഇടങ്ങളിൽ ഈ മണ്ണിടിച്ചിലിന് ഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം,
വലിയ മൺകൂനകളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ ഉയരത്തിൽ ഈ ചെളി പൂണ്ട് അതങ്ങനെ ഒരു സ്റ്റാൻഡബിളായി നിൽക്കുക. 2-3 സ്ഥലങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളത് നമ്മുടെ ആകാശ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ അത് വ്യക്തമായി കണ്ടതാണ്. അപ്പോൾ ഇത്ര വലിയൊരു മൺതിട്ടയിൽ കടിയിൽ എന്തെങ്കിലും ഒരു സാന്നിധ്യം ഉണ്ടാകില്ല. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ആധുനിക സംവിധാനങ്ങൾ. അവർ നിലവിൽ അവരുടെ ഇന്നലത്തെ തെരച്ചിൽ രീതി മതിയാവില്ല, കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ വളരെ നിർണായകമായി വൈകിട്ട് 5 മണിയോടെ കരസേന നടത്തിയ അവരുടെ ഹൈ വിസിബിൾ റഡാർ സിസ്റ്റം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മൺതിട്ട് വലിയ മൺകൂനയിൽ അവർക്കൊരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അതൊരു ലോഹ സാന്നിധ്യമാണെന്ന തരത്തിലാണ് വിവരം പുറത്തു വരുന്നത്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ ആദ്യഘട്ട ഒരു പരിശോധന ഉണ്ടാവുക. അതിനുവേണ്ടിയാണ് ഈ കൂടുതൽ സംവിധാനങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇന്റലിജന്റ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം, അത് ഇതിൽ കുറേ കൂടി അത് 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ ആഴത്തിൽ ഇതിൻ്റെ ഈ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഇന്ന് രാവിലെയോടെ തന്നെ 8 മണിയോടെ ആ യന്ത്രം എത്തിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹിറ്റാച്ചി ബൂമർ എന്ന് പറയുന്ന ഇപ്പോൾ MLA പറഞ്ഞ 60 അടി താഴ്ചയിൽ ഈ മണ്ണ് തുരന്ന് ഇത്തരം സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുന്നു. അതൊരു മെഷീൻ സെർച്ചിങ് രീതിയാണ്. അപ്പോൾ അതുകൂടി അവലംബിക്കുന്നുണ്ട് ഇന്ന്. അല്ലാതെ അവരുടെ മുങ്ങൽ വിദഗ്ധർ ഇത് എന്തെങ്കിലും സാധാരണ ഒരു പുഴയുടെ ഘടനയല്ല നിലവിലുള്ളത്. കഴിഞ്ഞ കുറേ ദിവസമായി ഇപ്പോൾ പറഞ്ഞ പോലെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴ കടലിലേക്ക് ചേരുന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള ഒരു സവിശേഷതയുള്ള പുഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഡൈവർമാർ വിചാരിച്ചാൽ മാത്രം ഈ തെരച്ചിൽ പ്രായോഗിക തലത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഇന്നലെ സിഗ്നൽ ലഭിച്ചിടത്തായിരിക്കും ഇന്ന് അവരുടെ തെരച്ചിൽ കേന്ദ്രീകരിക്കുക. സൈന്യവും നേവിയും സംയുക്തമായി കരസേനയും നേവിയും സംയുക്തമായി അവിടെ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് MLA പറഞ്ഞ പോലെ ഇന്നൊരു ലോറി കണ്ടെത്താൻ അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താൻ അങ്ങനെ ഒരു ശുഭകരമായ വാർത്ത പങ്കുവെക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഈ ഇന്നലെ കുറേ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു, ഈ അപകടത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ജില്ലാ ഭരണകൂടം അത് ശേഖരിച്ചു. അതിലെന്തെങ്കിലും വിവരങ്ങളുണ്ടോ, കൂടുതൽ വാഹനങ്ങളുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ അത് ഉപകരിക്കും? തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രി പങ്കുവച്ചിരുന്നു. അതായത് ഈ മണ്ണിടിച്ചിൽ നടക്കുന്നതിന് തൊട്ടു പിന്നാലെ അവിടുത്തെ മറുകരയിൽ ഇന്നലെ നമ്മുടെ വാർത്താ സംഘം അവിടെ സന്ദർശിച്ചതാണ്. അവിടുത്തെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇത് ഗംഗാവലി പുഴയിൽ പതിക്കുകയും അത് മറുകരയിൽ ഉണ്ടാക്കിയ ആഘാതം എത്രത്തോളമാണെന്ന് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ആ മറുകരയിൽ നിന്ന് തന്നെ അവിടെയുള്ള ഒരു നാട്ടുകാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നില്ല. ഒരുപക്ഷെ അവരുടെ ജീവിതം തന്നെ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്ത് അവർ അന്ന് പകർത്തിയ ദൃശ്യങ്ങൾ ചിലപ്പോൾ അവർ ഒരു മാനസികാവസ്ഥയിലായിരിക്കണമെന്നില്ല. എന്നാലും ഇന്നലെ ആ ദൃശ്യങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. വളരെ ഭീകരമായി, അതായത് ഈ മണ്ണിടിച്ചിലിൻ്റെ എല്ലാ ആഘാതവും എല്ലാ വ്യാപ്തിയും തെളിയിക്കുന്ന ഒരു ദൃശ്യമാണത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ദൂരെ ആ മണ്ണിടിച്ചിലിൻ്റെ കൃത്യം വ്യക്തമായി കാണാം. അത് കണ്ട് ഈ പുഴയിലേക്ക് അത് പതിക്കുന്നതും ആ പുഴയിലുണ്ടാകുന്ന ആഘാതവും പോലും ആ ദൃശ്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു നേർസാക്ഷ്യം എന്നൊക്കെ പറയാൻ പറ്റുന്ന ദൃശ്യമാണ്. ഈ ദൃശ്യം പകർത്തുന്ന വ്യക്തി പോലും അവസാനം ഓടി രക്ഷപ്പെടുമ്പോൾ വീണു പോകുന്നു. അവർ ഈ വാഹനങ്ങൾ പുഴയിലേക്ക് പതിക്കുന്നുവെന്ന് ആ ദൃശ്യത്തിൽ പറയുന്നത് ആ സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാം. എന്തായാലും അത് ജില്ലാ ഭരണകൂടം നിലവിൽ ആ ദൃശ്യം ശേഖരിച്ചിട്ടുണ്ട്. അവർക്ക് ഈ മണ്ണിടിച്ചിലിൻ്റെ ഒരു പൊതുരൂപം അവർക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിന് സാധിക്കുന്ന വിധത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ദൃശ്യമാണ് അപകടം നടക്കുന്ന സമയത്ത് പകർത്തിയ ദൃശ്യമാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ ജില്ലാ ഭരണകൂടം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്നത്തെ തെരച്ചിൽ നമുക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഇന്ന് നിർണായകമായൊരു ഒരു പോയിന്റ് ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതിനാണ് സ്മിത, എന്തായാലും ഈ നിർണായകമായ ആ പോയിന്റിലേക്ക് നമ്മൾ ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന കാര്യം, അതായത് ഈ ലോറി, ഭാരത് ബെൻസിന്റെ ലോറി അർജുനെയും കണ്ടെത്താൻ സാധിക്കും, അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നൊരു വിശ്വാസമാണ് ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. നമ്മൾ സംസാരിക്കുന്ന ജനപ്രതിനിധികൾ, സ്ഥലം MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ആ പ്രതീക്ഷ കൈവിടുന്നില്ല. അവർ ഇപ്പോഴും ആ പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നു. ഈ അത്യാധുനിക സംവിധാനങ്ങൾ എത്തുന്നതോടുകൂടി ഈ പരിശോധന കൂടുതൽ കാര്യക്ഷമമാകും, പരിശോധന കൂടുതൽ എളുപ്പത്തിലാവും എന്ന വിവരമാണ് അവരും പങ്കുവെക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും രാവിലെ 8 മണിയോടുകൂടി തെരച്ചിൽ പൂർണ്ണമായും പുനരാരംഭിക്കാൻ സാധിക്കും.
അത് പ്രതികൂലമായ കാലാവസ്ഥ, ആ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തണം. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടിയൊഴുക്ക് വളരെയേറെ ഭീകരമാണ് പുഴയിൽ. പുഴയിൽ നിൽക്കാൻ പോലും കഴിയാത്ത, അതായത് ഈ ആർമി സംഘത്തിനും നേവി സംഘത്തിനുമൊക്കെ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ പോലും ആ ബോട്ടിനെയൊക്കെ തെന്നിമാറ്റിക്കൊണ്ട് ഈ പുഴ ഇങ്ങനെ ആ ഒഴുക്ക് അത് ഭീകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നതാണ്, വലിയ വെല്ലുവിളി നിറഞ്ഞതാണ് ഈ ദൗത്യം. അത് നദിയിലാണെങ്കിൽ സാധാരണ പോലെയല്ല, വല്ലാതെ ആഴത്തിലുള്ള നദിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലെ ചെറിയ ലോഹ സാന്നിധ്യം അത് കണ്ടെത്തി അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ പുരോഗമിക്കുന്നത്. കൂടുതൽ മുൻ റിട്ടയർഡ് മേജർ ജനറൽ അദ്ദേഹത്തെ ഉൾപ്പെടെ അവിടേക്ക് വിളിച്ചിട്ടുണ്ട് ദൗത്യ സൈന്യം. അതോടൊപ്പം തന്നെ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ, കൂടുതൽ ആഴത്തിൽ കൃത്യമായി പരിശോധന നടത്താനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ ഉണ്ടാവുക. ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കേസ് കർണാടക ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. രക്ഷാദൗത്യം ഗൗരവമുള്ള വിഷയമാണെന്ന് കർണാടക ഹൈക്കോടതി ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി അയച്ച നോട്ടീസിന് ഇന്ന് അവർ മറുപടി അറിയിക്കും. ഇതുവരെയുള്ള രക്ഷാദൗത്യത്തിന്റെ വിവരങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. 2 മലയാളി അഭിഭാഷകരാണ് സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇന്നലെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത്. അപ്പോൾ ആ രീതിയിൽ ഒരു വശത്ത് നിയമപരമായ നടപടികളെല്ലാം തന്നെ നടക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനം അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനുള്ള തെരച്ചിൽ, അത് ഇന്നും ഊർജിതമായി തന്നെ പുരോഗമിക്കും. പക്ഷേ ഇപ്പോൾ അരുൺ പാറയ്ക്കലും അരുൺ പൂപ്പറമ്പയും അവിടെ നിന്ന് നൽകിയ വിവരങ്ങളനുസരിച്ച് ഇപ്പോൾ പ്രഭാതത്തിൽ തന്നെ ഈ തെരച്ചിൽ തുടങ്ങിയിട്ടില്ല. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ തെരച്ചിൽ, അതിന് കുറച്ചുകൂടി സംവിധാനങ്ങൾ അവിടെ എത്തിക്കേണ്ടതുണ്ട്. ഇന്ന് കൂടുതലും ഈ തെരച്ചിൽ കേന്ദ്രീകരിക്കുക നദിയിലാകും. ഗംഗാവാലി നദിയിൽ നിന്ന് ചെറിയ സിഗ്നൽ കിട്ടിയതിനെ തുടർന്ന് ഇന്നിപ്പോൾ കൂടുതൽ ആഴത്തിൽ നദിയിൽ ആഴത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിവുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന തെരച്ചിലായിരിക്കും ഇന്നുണ്ടാവുക. രാവിലെ മുതൽ ചെറിയ മഴയുണ്ട്, അവിടെ ശക്തമായ മഴ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുമുണ്ട്. കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ തിരികെ എത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശിരൂരിലേക്കാണ്, അരുൺ പാറയ്ക്കലിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അരുൺ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലതരത്തിലുള്ള സംശയങ്ങൾ ഓരോ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു, വാക്പോരുകൾ ഉണ്ടാകുന്നു. പക്ഷേ ഏറ്റവും പ്രധാനം ഈ തെരച്ചിൽ കൃത്യമായി നടക്കുക, അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, വലിയ വെല്ലുവിളി നിറഞ്ഞ അവിടെയുള്ള മണ്ണ് തെരച്ചിൽ തന്നെ, മണ്ണ് മാറ്റുക, മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസങ്ങൾ എടുക്കേണ്ടി വരുന്നു. മണ്ണ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞു. അവിടെ ലോഹ സാന്നിധ്യം ഉണ്ടായിടത്തെല്ലാം പരിശോധിച്ചു, പക്ഷേ ലോറിയില്ല. ഇനിയിപ്പോൾ ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് ഗംഗാവാലി നദിയിലാണ്. അവിടെ ഇന്നലെ ലോഹ സാന്നിധ്യം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അവിടെ തെരച്ചിൽ നടത്തുന്നു. പക്ഷേ ഏറ്റവും പ്രധാനം, ഈ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പലപ്പോഴും വൈകാരികമായാണ് ഇതിൽ പ്രതികരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു ജീവനല്ല, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, പ്രതീക്ഷയാണ് ആ തെരച്ചിൽ. അപ്പോൾ അത്തരത്തിലുള്ള വൈകാരികമായ ചില പ്രതികരണങ്ങൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമ്മൾ കാണാം, വല്ലാതെ വൈകാരികമായി ദേഷ്യപ്പെടുന്നവരുണ്ട്, ശകാരിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഈ തെരച്ചിലിൻ്റെ ഒരു ഗ്രാവിറ്റി, അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്നത് അവിടെ നിൽക്കേണ്ടി വരുമ്പോൾ തന്നെയുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ കാലാവസ്ഥാ വെല്ലുവിളി, അവിടെ താമസ സൗകര്യങ്ങളില്ല, രാത്രിയും പകലും ഇല്ലാതെയുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് അരുൺ അവിടെ നിന്ന്? ഈ പരിശോധന സംബന്ധിച്ച് പല രീതിയിലുള്ള വിമർശനങ്ങളും പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധക്കാരും വിമർശിക്കുന്ന ആളുകളുമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിശോധനയിൽ ചില പാളിച്ചകളുണ്ടായി, ഏകോപനമില്ലായ്മയുണ്ടായി, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെട്ടില്ല, ചില കാര്യങ്ങളൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നു വന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയല്ല. ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ നാവികസേനയും കാര്യക്ഷമമായി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. NDRFിൻ്റെ സംഘമുണ്ട്. ഇവരൊക്കെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തി ഇങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. മാത്രമല്ല, ഇവരിവിടെ എത്തിയിട്ടും ഇവർക്ക് വേണ്ട അത്യാധുനിക സംവിധാനങ്ങൾ, അത്യാധുനിക യന്ത്രങ്ങളൊന്നും എത്തിക്കാൻ ആരും തയ്യാറായിട്ടില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടതാണ്.
ഇന്നലെയും ശക്തമായ കാറ്റിലും ശക്തമായ മഴയിലും ഈ നാവികസേനാ അംഗങ്ങളും ആർമി സംഘവും ഒക്കെ ഈ പുഴയിലിറങ്ങി ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് പരിശോധന നടത്താനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ, അതായത് ഇവിടെ എത്തിക്കേണ്ട സർക്കാർ അക്കാര്യത്തിൽ ഒരു ജാഗ്രത കുറവ് കാണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നിപ്പോൾ കൂടുതൽ യന്ത്രങ്ങളൊക്കെ എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശക്തമായ മഴയെയും ശക്തമായ കാറ്റിനെയും ഒക്കെ പ്രതിരോധിച്ച് ഈ ആഴത്തിലുള്ള 40 മീറ്ററോളം ആഴത്തിലുള്ള അല്ലെങ്കിൽ 30 മീറ്ററോളം ആഴത്തിലുള്ള ഈ ലോഹ സാന്നിധ്യം അതിൻ്റെ സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഈ വാഹനമുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ്. ഒരുപക്ഷെ ഈ ആളുകൾ, അതായത് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും, ഈ ഉത്തര കന്നഡ ഭാഗത്തെ ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നത് പോലെ ഈ വാഹനം ഒഴുകിപ്പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ മുൻകൂട്ടി കാണണം. പക്ഷേ എന്നിരുന്നാലും ഈ അർജുനെ, ആ ചെറുപ്പക്കാരനെ, ആ ജീവനെ നമുക്ക് രക്ഷിച്ചെടുക്കണം, ആ വാഹനം കണ്ടെത്തണം. അതിനുവേണ്ടി ഈ മണ്ണിനടിയിൽ ഈ വാഹനം പെട്ടു എന്നൊരു സംശയമാണ് ഇപ്പോഴുള്ളത്. നേരത്തെ തന്നെ കർണാടക സർക്കാരും ജില്ലാ ഭരണകൂടമൊക്കെ ഈ ഭാഗത്ത്, അതായത് നദിയിലേക്ക് ഈ വാഹനം പതിച്ചു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത്. ഇവിടെയാണ്, അതായത് കരയിൽ തന്നെയുണ്ട്, സിഗ്നൽ ലഭിച്ചു, അതുകൊണ്ട് ഇവിടെ പരിശോധിക്കണം. അതിൻ്റെ ഭാഗമായാണ് ഈ കരയിൽ പരിശോധന നടത്തിയത്. കരയിൽ ഏകദേശം പരിശോധന പൂർത്തിയായി. ഇനി ആ കർവ് ഭാഗത്ത്, ചെറിയൊരു കർവ് ഭാഗത്ത് മണ്ണ് നീക്കാനുണ്ട്. പക്ഷേ അവിടെ ഈ ലോറി കാണാൻ സാധ്യതയില്ല എന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അതിന് കാരണം അതിനുള്ള സ്പേസ് അവിടെയില്ലെന്ന് ഈ സമീപവാസികളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒപ്പം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും ആ കാര്യങ്ങൾ അറിയാം. പിന്നെ അവിടുത്തെ മണ്ണ് നീക്കുകയാണെങ്കിൽ അരുൺ തുടരുക. നമ്മൾ ഇന്നിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തുമ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പ്രഭാതത്തിൽ ചെറിയ മഴയുണ്ട്. കാലാവസ്ഥ അനുകൂലമായില്ലെങ്കിൽ തെരച്ചിലിനെ അത് ബാധിക്കുകയും ചെയ്യും. പക്ഷേ ഇതുവരെ തെരച്ചിൽ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കുന്നു. ഇപ്പോഴും തെരച്ചിൽ തുടങ്ങിയിട്ടില്ല. അരുൺ പാറയ്ക്കലും അരുൺ പൂപ്പറമ്പയും അവിടെ തന്നെയുണ്ട്, സംഭവ സ്ഥലത്തു തന്നെ. അവിടെ നിന്ന് വിവരങ്ങളുമായി നമ്മുടെ 24-ൻ്റെ ടീം എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മുംബൈയിൽ ഇന്നും ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നഗരത്തിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അതേസമയം മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിൽ തീവ്ര മഴ പെയ്യുമെന്ന് അറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലായി ദേശീയ ദുരന്ത നിവാരണ സേനയെ നിയോഗിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് നിപ്പ ആശങ്ക ഒഴിയുന്നു. പുതുതായി പുറത്തുവന്ന പരിശോധനാ ഫലം മുഴുവൻ നെഗറ്റീവ്. രോഗലക്ഷണങ്ങളോടെ ഹൈറിസ്ക് വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് 220 പേർ. നിപ്പ ഉറവിടം കണ്ടെത്താനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. ഇന്നലെ പുറത്തുവന്ന 17 സാമ്പിളുകൾ നെഗറ്റീവായതോടെ മലപ്പുറത്തെ നിപ്പ ആശങ്ക ഒഴിയുകയാണ്. ഇതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. 460 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 220 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 19 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 17 പേരും തിരുവനന്തപുരത്ത് 2 പേരുമാണുള്ളത്. പാണ്ടിക്കാട്, ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിലായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതുവരെ 18,055 വീടുകൾ സന്ദർശിച്ചു. പാണ്ടിക്കാട് 728 പനിക്കേസുകളും ആനക്കയത്ത് 286 പനിക്കേസുകളും റിപ്പോർട്ട് ചെയ്തു. നിപ ബാധിത മേഖലയിലെ സ്കൂളുകളിൽ ഓൺലൈൻ വഴി ക്ലാസുകൾ നടക്കുന്നുണ്ട്. വവ്വാലുകളിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനായി പൂനെ NIVയിൽ നിന്നുള്ള വിദഗ്ധ സംഘം രോഗബാധിത മേഖലയിലെത്തി സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി. വവ്വാലുകളുടെ സ്രവ സാമ്പിൾ ശേഖരിച്ച് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ ജനിതക പരിശോധന നടത്തും. വവ്വാലുകളുടെ സാന്നിധ്യം കണ്ടെത്താനായി രോഗബാധിത പ്രദേശങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. കന്നുകാലികളിൽ നിന്നും വളർത്തുമൃഗങ്ങളിൽ നിന്നുമുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭോപ്പാലിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന് കൈമാറും. 24 മലപ്പുറം.
അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കുട്ടി വെന്റിലേറ്ററിലാണെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവ് ആയതോടെ സാമ്പിൾ പോണ്ടിച്ചേരിയിലെ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം ഇന്നോ നാളെയോ ലഭിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കണ്ണൂർ സ്വദേശിയായ 13-കാരനാണ് ചികിത്സയിൽ കഴിയുന്നത്. കോഴിക്കോട് തിക്കോടി സ്വദേശിയായ 14 വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടി ആശുപത്രി വിട്ടിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാരിന്റെ നടപടികൾ വെറും പ്രഹസനമാണെന്ന് കോടതി നേരത്തെ വിമർശിച്ചിരുന്നു. പള്ളി ഏറ്റെടുക്കുന്നതിലെ നിലവിലെ സാഹചര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. നടപടി പുരോഗതി റിപ്പോർട്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ഹർജികളിൽ കോടതിയുടെ ഉത്തരവുണ്ടായേക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് പള്ളിത്തർക്ക വിഷയം പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇന്ന് പുറത്തുവിടും. 62 പേജ് ഒഴിവാക്കിയാകും റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുക. മലയാള സിനിമാ ലോകത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കാമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആകെയുള്ള 295 പേജുകളിൽ 62 പേജുകൾ ഒഴിവാക്കി 233 പേജുകളാണ് പുറത്തുവിടുന്നത്. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടേതാണ് തീരുമാനം. ഒഴിവാക്കുന്ന പേജുകൾ നിയമവകുപ്പും പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് അന്തിമ തീരുമാനത്തിലെത്തിയത്. ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂടുതലും നടിമാരും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെ നൽകിയ മൊഴികളാണ്. ഇവർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയത് പുറത്തു പോകരുതെന്ന നിബന്ധനയോടെയാണെന്നും അതുകൊണ്ടുതന്നെ സർക്കാരും ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും റിപ്പോർട്ട് കൈമാറുമ്പോൾ ജസ്റ്റിസ് ഹേമ സർക്കാരിനോടും നിർദ്ദേശിച്ചിരുന്നു. പരാതികളിലും മൊഴികളിലും വസ്തുതാപരമായി പരിശോധന നടത്തിയിട്ടില്ലെന്നും അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യത്തിലെ നിജസ്ഥിതി ബോധ്യപ്പെടൂ എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അരൂർ തുറവൂർ ഉയരപ്പാത സംബന്ധിച്ച വിഷയവും ഇതേ ഹർജികളിലാണ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ യോഗത്തിലെടുത്ത തീരുമാനങ്ങളുടെ നടപടികൾ എവിടെ വരെയായെന്ന് അറിയിക്കാൻ കഴിഞ്ഞ തവണ അമിക്കസ് ക്യൂറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഉയരപ്പാത നിർമ്മാണം മൂലം ഗതാഗത തടസ്സവും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് എന്നാണ് കോടതിയുടെ നിലപാട്. വിഷയത്തിൽ കളക്ടർ മൂകസാക്ഷിയായിരിക്കാൻ പാടില്ലെന്ന് കോടതി നേരത്തെ പറഞ്ഞിരുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളിക്കുന്നതിന് മുൻപായി ഇന്ന് NDA യോഗം ചേർന്നേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷത്തിനെതിരെ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ചയാകും. രാവിലെ 10:30 യോഗം. ബജറ്റിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തിയതിൽ BJPയിലും മറ്റ് ഘടകകക്ഷി പാർട്ടികൾക്കും അതൃപ്തി ഉണ്ടെന്നാണ് വിവരം. ഈ അതൃപ്തി യോഗത്തിൽ അറിയിക്കും. ശക്തമായ പ്രതിപക്ഷ നിരയുള്ള സാഹചര്യത്തിൽ ഒറ്റ നിലപാട് സ്വീകരിക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം. ബജറ്റിൽ അവഗണന ആരോപിച്ച് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും MP-മാർ ഇന്ന് പ്രതിഷേധിക്കും. തമിഴ്നാട്ടിലെ DMK MP-മാർ പാർലമെന്റിന് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനാണ് തീരുമാനം. കേരളത്തിൽ നിന്നുള്ള MP-മാർ സംസ്ഥാനത്തോടുള്ള അവഗണന അടിയന്തര പ്രമേയ വിഷയമാക്കി സഭയുടെ ശ്രദ്ധയിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും ഇടത് വലത് മുന്നണി അംഗങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും. ഫെഡറൽ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ സമീപനമാണ് ബജറ്റിൽ സ്വീകരിച്ചതെന്നാണ് അംഗങ്ങൾ ഉയർത്തുന്ന ആക്ഷേപം. അതേസമയം ബജറ്റ് ചർച്ചകൾക്ക് ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും തുടക്കമാകും. കൊച്ചി നഗരത്തിന്റെ സമഗ്ര വികസനത്തിൽ ഊന്നിയ വിശദമായ മൊബിലിറ്റി പ്ലാൻ പുറത്തുവിട്ട് KMRL. പദ്ധതിയുടെ കരട് മന്ത്രി P. രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം കൊച്ചി നഗരത്തിന് സമഗ്ര മൊബിലിറ്റി പ്ലാൻ തയ്യാറാക്കുന്നതിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ UMTC എന്ന ഏജൻസിയെ നിയോഗിച്ചു. കൊച്ചി മുനിസിപ്പൽ ടൗൺ ഹാളിൽ മന്ത്രി P. രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിശദമായ മൊബിലിറ്റി പ്ലാൻ പുറത്തുവിട്ടു. നഗരത്തിലെ ജനപ്രതിനിധികൾ, ജില്ലാ ഭരണകൂടം, GCDA പ്രതിനിധികൾ എന്നിവർ ഭാഗമായി. 2017 ഇതിനു മുൻപ് ആദ്യത്തെ കൊച്ചിയുടെ CMP തയ്യാറാക്കിയത്. യൂണിയൻ ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓരോ 5 വർഷം കൂടുമ്പോഴും അത് പുതുക്കേണ്ടതുണ്ട്. ഇവിടെ KMRL-ലാണ് അവരുടെ ചുമതല നിശ്ചയിച്ചിട്ടുള്ളത്. അവരെ ചുമതലപ്പെടുത്തിയ കൺസൾട്ടൻസി വളരെ മൈക്രോ മാക്രോ അനാലിസിസ് നടത്തി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കളമശ്ശേരിയും തൃപ്പൂണിത്തുറയും ബന്ധിപ്പിക്കുന്ന പുതിയ മെട്രോ പാത കാക്കനാട്, ആലുവ, അങ്കമാലി വഴിയുള്ള കളമശ്ശേരി തൃപ്പൂണിത്തുറ റൂട്ടിൽ റെയിൽ അധിഷ്ഠിത MRTC-യും പറവൂർ, അരൂർ, ഹൈക്കോടതി, മുനമ്പം സ്ട്രെച്ചുകളിൽ ബസ് അധിഷ്ഠിത MRTC-യും പ്ലാനിൽ ശുപാർശ ചെയ്യുന്നു. കൂടാതെ 10 സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് പാർക്കിംഗ് സ്ഥലങ്ങളും 8 പ്രദേശങ്ങളിൽ ഓഫ് സ്റ്റേറ്റ് പാർക്കിംഗ് സ്ഥലങ്ങളും നിർദ്ദേശിക്കുന്നു. 5 റെയിൽവേ ക്രോസിംഗുകളും 5 പാലങ്ങളും ഉൾപ്പെടെ 10 ക്രോസിംഗുകളും മെച്ചപ്പെടുത്താൻ ആലോചനയുണ്ട്. 24 കൊച്ചി.
ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കാട്ടാന ഇറങ്ങി. റോഡ് മുറിച്ചു കടന്ന ആന പ്രദേശത്തെ വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് 1 മണിക്കൂറോളം വീട്ടുവളപ്പിൽ തമ്പടിച്ചു. ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് ആന. സുരജ് സജ്ജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുരജ്, ഈ കാട്ടാനയുടെ ശല്യം വലിയ പ്രശ്നമാകുന്നു. ഇതിപ്പോൾ കൃഷിയെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കാട്ടാന ഇങ്ങനെ കൂടുതൽ സമയം നിൽക്കുമ്പോൾ ആശങ്ക, ഭയം ഒക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെ, അല്ലേ? തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന പാതയിൽ ആദ്യമായാണ് ഈ കാട്ടാന ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആശങ്ക. നേരത്തെ ഈ വാഴക്കോട് മേഖലയിലൊക്കെ ഈ മലയോര മേഖലയോട് ചേർന്ന് കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ പ്രധാന പാതയിലേക്ക് കാട്ടാന എത്തിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് പുലർച്ചെ കാട്ടാന ഈ സംസ്ഥാന പാതയിൽ ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ വാഴക്കോട് തന്നെ ഉള്ള ഒരു കാർ ഷോറൂമിലെ ജീവനക്കാരനാണ്, ഈ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയത്. റോഡ് മുറിച്ചു കടന്ന കാട്ടാന പ്രദേശത്തെ സുകുമാരൻ എന്ന ആളുടെ വീട്ടിൽ 1 മണിക്കൂറോളം നിലയുറപ്പിച്ചു. അവിടെ ഈ ഉണ്ടായിരുന്ന വീട്ടുവളപ്പിലെ കൃഷിയടക്കം ഈ കാട്ടാന നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുതിരാൻ തുരങ്കം തുറന്നതിന് ശേഷമാണ് ഈ ചേലക്കര ഉൾപ്പെടെ ഈ വാഴക്കോട് മേഖലയിലേക്ക് കാട്ടാനയുടെ സഞ്ചാരം തുടങ്ങിയത്. പക്ഷേ ഇത് ഈ മേഖലയിലേക്ക് രൂക്ഷമായി കാട്ടാന ശല്യം മാറുന്നു, അല്ലെങ്കിൽ കാട്ടാനകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നൊരു പരാതി ഈ പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ട്. അത് നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ സംസ്ഥാന പാതയിൽ തന്നെ റോഡിന് നടുവിൽ കാട്ടാന ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്തായാലും പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നു. നേരത്തെ ഈ മേഖലയിൽ അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ അടക്കം ഉണ്ടായിരുന്നു. അത് കുറച്ചു നാളുകൾക്ക് മുമ്പ് അടച്ചുപൂട്ടുകയും ചെയ്തു. ഈ അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ അടിയന്തരമായി പുനഃസ്ഥാപിക്കണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ പൊതുജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. സ്മിത, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പാതയിലേക്ക് ആന വന്നതാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത്. നാട്ടുകാരുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നിലേക്ക്. ആ വീടിന്റെ ഗേറ്റ് തുറന്ന് ആന എന്താ തട്ടിയപ്പോൾ തുറന്നു ഗേറ്റ്, എന്നിട്ട് ആ വീടിന്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ കയറി ആ വീടിന്റെ ബാക്കിലെ പറമ്പിൽ പോയി നിന്നും തിന്നായിരുന്നു. 1 മണിക്കൂറോളം അവിടെ നിന്നു. അപ്പോൾ ഇപ്പുറത്തെ ആ ചായക്കടയിലൊക്കെ പോലീസിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ ഫോറസ്റ്റൊക്കെ വന്നിട്ട് അവിടെ ഒന്ന് നോക്കി. അപ്പോൾ ആന അവിടെ നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് അവർ പടക്കമൊക്കെ പൊട്ടിച്ചപ്പോൾ ആന ഇങ്ങോട്ട് തന്നെ ഇറങ്ങി റോഡ് മുറിച്ച് ഇങ്ങോട്ട് കടന്നു. അവർ പടക്കമൊക്കെ പൊട്ടിച്ച് അത് കാട്ടിലേക്ക് കയറ്റി വിട്ടു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ നടപടി വൈകുന്നതിൽ കുടുംബത്തിന് അതൃപ്തി. ആരോപണ വിധേയനായ ഡോക്ടറെയും ആശുപത്രി സൂപ്രണ്ടിനെയും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് മരിച്ച കൃഷ്ണയുടെ ഭർത്താവ് ശരത് പറഞ്ഞു. കുടുംബത്തിന്റെ പരാതിയിൽ ബന്ധുക്കളിൽ നിന്നും ഡോക്ടറിൽ നിന്നും മെഡിക്കൽ സംഘം മൊഴിയെടുത്തു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കുത്തിവയ്പ്പെടുത്തതിന് പിന്നാലെ അബോധാവസ്ഥയിലായ യുവതി മരിച്ച സംഭവത്തിലാണ് നടപടി വൈകുന്നത്. ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് മരണത്തിന് മുമ്പും ശേഷവും ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മരിച്ച കൃഷ്ണയുടെ ഭർത്താവ് ശരത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്നലെ കുടുംബത്തിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും മൊഴിയെടുത്തു. ഇന്നലെ 11 മണിക്ക് തന്നെ ഇതിനൊരു വ്യക്തത അവർ വരുത്തി തരാമെന്ന് പറഞ്ഞതാണ്. ഇത്രയും തെറ്റുകൾ ആ കേസ് ഷീറ്റിലുണ്ട്. അതെല്ലാം കാണിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും പറയുന്നു ഞാൻ എങ്കിൽ വിളിച്ചിട്ട് തിരിച്ച് വിളിക്കാം. ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നടന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇതിലൊരു കള്ളത്തരവും പറയാനില്ല. ഫുൾ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് കേസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കുന്നില്ല. ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിന് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ട്. അതേസമയം DMOയുടെ വിശദ അന്വേഷണത്തിന് ശേഷമായിരിക്കും നടപടി വേണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം. ജില്ലാ മെഡിക്കൽ ഓഫീസർ നാളെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. ഒളിമ്പിക്സിന്റെ വിശേഷങ്ങളിലേക്കാണ്. മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. പാരീസ് ഒളിമ്പിക്സിലെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഫുട്ബോളിൽ അർജന്റീനയും സ്പെയിനും ഗ്രൂപ്പ് പോരാട്ടങ്ങൾക്കിറങ്ങും. ഔദ്യോഗിക ഉദ്ഘാടനം മറ്റന്നാളെങ്കിലും പാരീസ് ഒളിമ്പിക്സിന്റെ മത്സരവേദികൾ ഇന്നുണരും. ഗാലറിയിൽ ആരവമുയരുന്നത് കാൽപന്ത് കിക്ക് ഓഫോടെ. ലോകകപ്പിനും കോപ്പ അമേരിക്കയ്ക്കും പിന്നാലെ ഒളിമ്പിക് സ്വർണം കൂടി ലക്ഷ്യമിട്ട് അർജന്റീന ഇറങ്ങുന്നു. അണ്ടർ 23 താരങ്ങൾക്കൊപ്പം സീനിയർ താരങ്ങളായ നിക്കോളാസ് ഒട്ടാമെൻഡി, ഹൂലിയൻ അൽവാരസ്, ജെറോണിമോ റുള്ളി എന്നിവരും അർജന്റീൻ ടീമിലുണ്ട്. 2004-ലും 2008-ലും അർജന്റീന സ്വർണം നേടുമ്പോൾ
ടീമിലുണ്ടായിരുന്ന ഹാവിയർ മഷറാനോയാണ് ഇത്തവണ ആൽബി സെലസ്റ്റകളെ പരിശീലിപ്പിക്കുന്നത്. വൈകിട്ട് 6:30 നടക്കുന്ന മത്സരത്തിൽ മൊറോക്കോയാണ് എതിരാളികൾ. ടോക്കിയോയിൽ റണ്ണറപ്പുകളായ സ്പെയിൻ ഇത്തവണ സ്വർണം നേടാൻ ഉറച്ചു തന്നെയാണ് ഇറങ്ങുന്നത്. യൂറോ കപ്പ് നേട്ടത്തിന്റെ തിളക്കത്തിലിറങ്ങുന്ന ലാ റോജകളുടെ ആദ്യ മത്സരത്തിലെ എതിരാളികൾ ഉസ്ബെക്കിസ്ഥാൻ. റഗ്ബി സെവൻസ് ആണ് ഇന്നും തുടങ്ങുന്ന മറ്റൊരു മത്സര ഇനം. ലോക ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്ക അടക്കമുള്ളവർ ആദ്യ ദിനം തന്നെ കളത്തിലെത്തും. ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള ടെക്നിക്കൽ കമ്മിറ്റിയിൽ മലയാളിയും തിരുവനന്തപുരം പിരപ്പൻകോട് സ്വദേശി എസ് രാജീവാണ് സംഘത്തിൽ ഇടം പിടിച്ചത്. ഒളിമ്പിക്സ് വിശേഷങ്ങൾ രാജീവ് 24-മായി പങ്കുവച്ചു. വിശേഷങ്ങളിലേക്ക്. ഒളിമ്പിക്സിൽ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഇതുവരെ അവസരം ലഭിച്ചത് 4 മലയാളികൾക്കാണ്. ഇതിൽ തന്നെ 2 തവണ അവസരം ലഭിക്കുന്ന ആദ്യ ഒഫീഷ്യലായി മാറുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ എസ് രാജീവ്. ദേശീയ നീന്തൽ ഫെഡറേഷൻ ടെക്നിക്കൽ കമ്മിറ്റി അംഗം കൂടിയായ രാജീവ് 24-നൊപ്പം ചേരുന്നു. രാജീവ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഈ ഒരു തവണ തന്നെ അവസരം ലഭിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. അപ്പോൾ രണ്ടാമതൊരു അവസരം കൂടി കിട്ടുന്നു. ആ ഒരു മൊമെന്റിനെ, ആ ഒരു നേട്ടത്തെ എങ്ങനെ കാണുന്നു? അതുല്യമായ നേട്ടമായി തന്നെ കാണുന്നു. കാരണം മറന്നുകൊണ്ടല്ല, 2016 ബ്രസീൽ ഒളിമ്പിക്സിൽ, റിയോ ഒളിമ്പിക്സിൽ ഒഫീഷ്യേറ്റ് ആയിരിക്കും ഒരു ചാൻസ് കിട്ടി. അത് കഴിഞ്ഞ് 2023 ഇസ്രയേലിൽ നടന്ന ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ എന്നെ ഒഫീഷ്യേറ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിൻ്റെയും കൂടി ഞാൻ ആ മത്സരത്തിൽ പോയി പങ്കെടുത്തതിൻ്റെയും കൂടി പെർഫോമൻസ് കണ്ടിട്ടായിരിക്കണം. തീർച്ചയായിട്ടും അത് എനിക്ക് കിട്ടിയ അംഗീകാരം മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്, കേരളത്തിന് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്താണ് ഒരു ഒഫീഷ്യൽ ചെയ്യുക? താങ്കളുടെ ഡ്യൂട്ടി ഏത് തരത്തിലുള്ളതായിരിക്കും? മൊത്തം 21 പേരെയാണ് ഈ ഒളിമ്പിക്സ് നീന്തൽ മത്സരം നിയന്ത്രിക്കാനായിട്ട് ലോക നീന്തൽ ഫെഡറേഷൻ നിയമിച്ചിരിക്കുന്നത്. ഒരാൾ ചിലപ്പോൾ ഒരു ദിവസം റഫറി ആയിരിക്കും, എന്നാൽ അടുത്ത ദിവസം അയാൾ ഫൗൾ സ്റ്റാർ ഡ്രോപ്പ് ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കണം. ചിലപ്പോൾ അടുത്ത ദിവസം ഒരാൾ ജഡ്ജായിട്ടിരിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം. 2016 റിയോ ഒളിമ്പിക്സിലാണ് ഇതിനു മുമ്പ് ഒഫീഷ്യലായി വന്നിട്ടുള്ളത്. 8 വർഷങ്ങൾ കഴിയുന്നു. പുതിയ കാലം എങ്ങനെയാണ്? ആ ഒരു പ്രതീക്ഷകൾ, വെല്ലുവിളികൾ, അതൊക്കെ എത്രത്തോളം ഉണ്ട്? ഒരു പർട്ടിക്കുലർ സ്വിമ്മർ ഏതെങ്കിലും ഇപ്പം ഞാനൊരു സ്ട്രോക്ക് ജഡ്ജ് ആണെങ്കിൽ ആ സ്വിമ്മർ നീന്തിക്കൊണ്ടിരിക്കുമ്പോഴത്തെ ഏതെങ്കിലും സമയത്ത് അയാൾ സ്ട്രോക്ക് തെറ്റിച്ച് നീന്തുകയാണെങ്കിൽ ഞാൻ കണ്ടില്ലെങ്കിൽ അതിനകത്ത് വരാൻ പറ്റുന്ന അവാർഡ് എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് മോണിറ്ററിൽ അക്വാട്ടിക് ഫെഡറേഷൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്സ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ജോലികൾ, സ്വിമ്മർ നീന്തേണ്ട കാര്യങ്ങളില്ല. അപ്പം നമ്മൾ കോമ്പറ്റീഷൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് സ്വിമ്മറിലും ആ സ്വിമ്മിംഗ് പൂളിലെ ചുറ്റും മാത്രമല്ല വേറൊരിടത്തേക്ക് ഒന്നും നോക്കാനും പറ്റില്ല, വേറെ ഒന്നും ശ്രദ്ധിക്കാനും പാടില്ല. 2016 റിയോയിൽ ഒളിമ്പിക്സിന്റെ ഭാഗമായപ്പോൾ അന്ന് മൈക്കൽ ഫെൽപ്സ് അടക്കമുള്ള ഇതിഹാസ താരങ്ങളെയൊക്കെ തന്നെ അവരുടെ മത്സരങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ഫെൽപ്സിൻ്റെയൊക്കെ വളരെ അടുത്ത് നിന്ന് നമുക്ക്, കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വെച്ചാൽ കേരളത്തിലെ ഒരു ഒഫീഷ്യൽ നില അല്ലെങ്കിൽ കേരളത്തിലെ ഒരാളെന്ന നിലയിൽ നമുക്ക് അങ്ങനെയൊന്നും ഒരു പെട്ടെന്ന് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അന്ന് ഫെൽപ്സിനവിടെ പോയി ഫെൽപ്സ് നീന്തുന്ന അവസരത്തിൽ മത്സരം നിയന്ത്രിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് തീർച്ചയായും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും നേരുന്നു ശ്രീ രാജീവ്. ഒളിമ്പിക്സിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ താങ്കളെ ഏൽപ്പിച്ചുള്ള ആ ദൗത്യം നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്. ഇനി മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിനിരയായ പാറശാല സ്വദേശി ഉൾപ്പെടെയുള്ള 10 അംഗ സംഘം ഖസാക്കിസ്ഥാനിൽ ദുരിതത്തിൽ. കേരള തമിഴ്നാട് അതിർത്തിയിലെ ട്രാവൽ ഏജൻസി വഴി കിർഗിസ്ഥാനിലേക്ക് പോയവരാണ് തട്ടിപ്പിനിരയായി മറ്റൊരു രാജ്യത്ത് കഴിയുന്നത്. എന്റെ മോനെ എനിക്ക് കിട്ടിയാൽ മാത്രം മതി. എനിക്ക് വേറൊന്നും ചെയ്യണ്ട. എന്റെ മക്കളെ കഴിഞ്ഞ മാസം 15-നാണ് പാറശാല മുറിയത്തോട്ടം സ്വദേശി വിപിൻ വിജയകുമാർ ഉൾപ്പെടെയുള്ള സംഘം കിർഗിസ്ഥാനിലേക്ക് തിരിച്ചത്. ഖസാക്കിസ്ഥാനിൽ വിമാനമിറങ്ങുമ്പോൾ കാറിൽ റോഡ് മാർഗം കിർഗിസ്ഥാനിൽ എത്തിക്കുമെന്നായിരുന്നു ഏജന്റുമാരുടെ വാഗ്ദാനം. എന്നാൽ ഇവിടെ എത്തിയ ഇവരെ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത്. 2 ദിവസത്തിനുള്ളിൽ മറ്റൊരു വാഹനത്തിൽ കിർഗിസ്ഥാനിൽ കൊണ്ടുപോകുമെന്നും അറിയിച്ചു. 1 മാസം കഴിഞ്ഞിട്ടും ഏജൻസി ജീവനക്കാർ ആരും വന്നില്ല. ഡൽഹിയിൽ നിന്ന് 15-ാം തീയതി നമ്മൾ കയറി ഇവിടെ 15-ാം തീയതി കസക്കിസ്ഥാൻ എന്ന രാജ്യത്തെത്തിയതാണ്. ഞങ്ങൾ പോകാനുള്ളത് കിർഗിസ്ഥാനിലാണ്. ഇവിടുന്ന് വണ്ടി മാർഗം വഴി കൊണ്ടുപോകാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 മാസം ഇന്ന് 6 ദിവസമായി.
അപ്പൊ ഇവിടുത്തെ ഈ റൂമിന്റെ ഓണർ വന്നിട്ട് നമ്മുടെ പേരിൽ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളായി ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായി, 1 മാസത്തിന് മേളിലായി. എന്നിട്ടും ഇയാൾ ഫോണേ എടുക്കുന്നില്ല, നമ്മളെ ഫോൺ അറ്റൻഡ് ചെയ്യില്ല ആരുടെയും. ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പൊ നമ്മുടെ അവസ്ഥ. 14 ദിവസത്തേക്ക് കസാക്കിസ്ഥാനിൽ താമസിക്കാനുള്ള വിസയാണ് ഇവർക്കുണ്ടായിരുന്നത്. വിസ കാലാവധി കഴിഞ്ഞതോടെ ആദ്യം താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും ഇറക്കി വിട്ടു. ഇവിടെ നിന്നും നമ്മൾ ആ ഹോട്ടലിൽ നിന്നും ഇറക്കി വിട്ട് നമ്മള് രാവിലെ അവരൊരു 10 മണിയാകുമ്പോൾ ആ ഹോട്ടലിൽ നമ്മൾ ഇറക്കി വിട്ടു. വൈകിട്ട് 6 മണി വരേക്കും നമ്മൾ റോഡിൽ തന്നെയാണ് എല്ലാവരും ബാഗും വെച്ച് റോഡിൽ തന്നെയാണ് ഇരുന്നത്. ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നിനോ നമ്മുടെ കയ്യിൽ പോലും കാശില്ലാത്ത ഒരവസ്ഥയായിരുന്നു അന്നും. തിരിച്ചടുത്ത് വേറൊരു ഹോട്ടലിൽ കൊണ്ട് ഇപ്പൊ താമസിപ്പിച്ചിരിക്കുകയാണ്. ഈ ഹോട്ടലിൽ നമ്മൾ വന്നിട്ട് ഏതാണ്ട് 1 മാസത്തിന് മേളിലായി. 30-ാം തീയതി വിസ തീർന്നു. നമ്മൾ കിർഗിസ്ഥാനിൽ പോകാനുള്ളതാണ് വിസ. അവിടുത്തെ ദിവസം 30-ാം തീയതി എടുത്തിരുന്നു. ഇതുവരെയും വിസയെ അടിച്ച് നമുക്ക് തന്നിട്ടില്ല. കരുതിയ പണമെല്ലാം തീർന്നു. ഭക്ഷണത്തിന് വീട്ടുകാരാണ് പണം അയച്ചു കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ല, അത്രയ്ക്ക് അവസ്ഥയിലാണ്. വീട്ടുകാർ അയച്ചു തരുന്ന പൈസ ഇവിടെ അയച്ചു കൊടുത്ത് ഓരോരുത്തർ അങ്ങനെയാണ് കഴിക്കുന്നത്. അതും ഇവിടുത്തെ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. ഒരു ദിവസം ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച് 3 നേരമായിട്ടാണ് കഴിക്കുന്നത്. കിർഗിസ്ഥാനിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മാസം 50,000 രൂപ ശമ്പളവും ഓവർ ടൈം ജോലിയും ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ആളുകളിൽ നിന്നും പടന്തലാമൂട്ടിലെ സ്കൈനെറ്റ് ട്രാവൽ ഏജൻസി വാങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് ഏജൻസി. കളിക്കാവിള പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കൂലിപ്പടിയതാണ് എൻ്റെ മോനിന്ന് ഞാൻ 2000 രൂപ അയച്ചു കൊടുത്തുന്നത്. അങ്ങനെ അവൻ കഴിയുന്ന സമയം എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഈ നാട്ടിലെത്തിച്ചാൽ മതി. ഇതിനൊരു പണി വേണ്ട. തിരുവനന്തപുരത്ത് നിന്നും അരുൺ എസ്ആറിനൊപ്പം അജീഷ് കുമാർ, 24. കർണാടകയിലെ ഷിരൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് 9-ാം നാളിലേക്ക് കടക്കുകയാണ്. റഡാർ സിഗ്നൽ ലഭിച്ച ഗംഗാവാലി പുഴയിലെ മൺകൂനയിലാണ് ഇന്ന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്താൻ ഹിറ്റാച്ചി ഭൂമി യന്ത്രം എത്തിച്ചിട്ടുണ്ട്. ഷിരൂരിൽ നിന്ന് ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഷഫീദ്, ഇന്നിപ്പോൾ കാലാവസ്ഥ ഇപ്പം ഷഫീദ് നിൽക്കുന്നിടത്ത് മഴയില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഒരു തെരച്ചിലിന് എന്ത് ഗുണമാണ് ഉണ്ടാവുക? ഇന്നിപ്പോൾ എത്ര മണിക്കാണ് തെരച്ചിൽ തുടങ്ങുക? പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഇക്കാര്യത്തിൽ തിരച്ചിലിനടക്കം തിരിച്ചടിയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഗംഗാവാലി പുഴയുടെ തീരത്താണ്. ഈ തീരത്ത് തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ നേവി സംഘം ഉൾപ്പെടെ പരിശോധനയ്ക്ക് എത്തുന്നതും. കഴിഞ്ഞ ദിവസം കാർവാർ MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വളരെ ആധുനിക സൗകര്യത്തിലുള്ള യന്ത്രങ്ങൾ അതിന്ന് ഇവിടേക്ക് എത്തിക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് വീണ സ്ഥലം. അതിനപ്പുറത്തേക്ക് വലിയ മണൽക്കൂന നമുക്ക് കാണാം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ആകാശ ദൃശ്യമടക്കമുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവിടേക്കാണ് കഴിഞ്ഞ ദിവസം റഡാർ സിഗ്നലും അതേപോലെ തന്നെ സോണാറിൽ ചില സൂചനകളും ലഭിച്ചത്. ഈ പ്രദേശം കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന് കൂടുതൽ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ കരഭാഗത്ത്, അതായത് നദിയുടെ തൊട്ട് വശത്തുള്ള കരഭാഗത്ത് ഇനി കാര്യമായ തിരച്ചിലിന് സാധ്യതയില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പുഴയിൽ ആഴത്തിലുള്ള തിരച്ചിൽ നടത്തും. കാർവാർ MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ആധുനിക സൗകര്യമുള്ള, അതായത് ഭൂമി യന്ത്രമാണത്, ഒരു എക്സ്കവേറ്റർ ഭൂമി യന്ത്രമാണ്, അത് കൊണ്ടുവരും ഇവിടേക്ക്. അതിനുശേഷമായിരിക്കും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റൽ നടത്തുക. മണ്ണുമാറ്റാതെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സാധ്യതകളുമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം. മാത്രമല്ല ഡ്രഡ്ജിംഗ് സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തിയ ഒരു പക്ഷേ നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചന പ്രകാരമുള്ള സൂചനകൾ അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതിന് തൊട്ട് താഴെ മാധ്യമങ്ങളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കുറച്ച് മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പൂർണ്ണമായും കയറ്റിവിടുന്നില്ല. അങ്ങനെ ഒരു പ്രവേശനം അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നില്ല. അതിന് പകരം ഇതിന് തൊട്ട് മുൻവശത്ത് ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തടയുന്നത്. അതിനുശേഷം നമ്മൾ ഈ പുഴയുടെ അരികിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഏതായാലും ഇന്നലെ വളരെ ഞെട്ടിക്കുന്ന ഭീകരത ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ ശിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് തൊട്ട് പിന്നാലെയുള്ള ദൃശ്യങ്ങളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. മണ്ണിടിച്ചിലിന് പിന്നാലെ നദിയുടെ മറുകരയിലുള്ളവർ ഭയന്നോടുന്നതും നിലവിളിക്കുന്നതുമായിരുന്നു ദൃശ്യങ്ങളുള്ളത്. ആ ദൃശ്യങ്ങളിൽ തന്നെ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എന്ത് വ്യാപ്തിയിലാണ് അപകടം
ഉള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഇനിയിപ്പോൾ നമുക്ക് ഈ മണൽക്കൂനയ്ക്ക് ശേഷം തൊട്ടപ്പുറത്തെ മറുകര കാണാൻ സാധിക്കും. ഈ മറുകരയിലെ ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക്, അതായത് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി നമുക്ക് ലഭിച്ചത്. ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് താഴ്ഭാഗത്തായി ഒരു റെയിൽവേ പാലം അടക്കമുള്ളുണ്ട്. ആ പാലത്തിന് സമീപം ഉണ്ടായിരുന്നവരാണ് പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടുന്നതായി കണ്ടത്. മാത്രമല്ല ഈ ഗംഗാവാലി പുഴ അത് ഗതി മാറി ഒഴുകുന്നതിനടക്കം കാരണമായി ഈ മണൽക്കൂന എന്നുള്ള കണ്ടെത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ തിരച്ചിലിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ഈ ദിവസം, അതായത് നിലവിൽ ഇപ്പോൾ ഇതുവരെയും നേവി ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തെത്തിയിട്ടില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തുകൂടി തന്നെയാണ് അവർ ഈ ഡിങ്കി ബോട്ടുകളിലടക്കം ഈ നദിയിൽ കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തിയത്. സ്വാഭാവികമായും അവിടേക്ക് തന്നെ അവർ എത്തണം. പക്ഷേ ഇതുവരെയും എത്തിയിട്ടില്ല. ഇന്നലെ ഈ നേവി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ നദിയിൽ കാര്യമായിട്ടുള്ള അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ തിരച്ചിലിന് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ പ്രത്യക്ഷമായി മുകളിൽ കാണുന്ന മണൽക്കൂന മാത്രമല്ല, താഴെയും നിരവധി മണൽക്കൂനകളുണ്ട്. അതായത് വെള്ളത്തിനടിയിലും മണൽക്കൂനകളുണ്ട്. അപ്പോൾ സ്ക്യൂബ സാധ്യമല്ല എന്നുള്ളതാണ് നേവി സംഘത്തിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം. അത് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അതുമായി ബന്ധപ്പെട്ട വിവരം കൈമാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണൽ നീക്കിയും ഡിങ്കി ബോട്ടുകളിലും മറ്റു ബോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും പ്രധാനമായും നേവി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുക. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് നേവി ഉദ്യോഗസ്ഥരെത്തും എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. MLA അടക്കമുള്ള ആളുകളും ഇവിടേക്ക് എത്തും. അവസാനഘട്ട പ്രതീക്ഷയാണ്. അർജുനെ സംബന്ധിച്ച്, അർജുൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത് പറ്റി അർജുൻ എന്നറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ തിരച്ചിലിൽ മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രസക്തിയുണ്ട്. വീണ്ടും 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 നമ്മൾ കർണാടക സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം അത് പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ കുടുംബം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു പൂർണ്ണസജ്ജമായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും ഇവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതിന് മറുപടിയില്ല. പ്രതികൂല കാലാവസ്ഥ വലിയ തരത്തിൽ തിരിച്ചടിയാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് മഴയില്ലെങ്കിൽ കൂടി തൊട്ടടുത്ത മിനിറ്റിൽ മഴ പെയ്യാം എന്ന തരത്തിലേക്ക് കാർമേഘം ഉരുണ്ടുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ തിരച്ചിൽ ഉദ്യോഗസ്ഥരെത്തിയാൽ പോലും സ്വാഭാവികമായും ഇന്നലത്തെ പോലെ തന്നെ സമാനമായ രീതിയിലുള്ള സാഹചര്യത്തിന് സാധ്യതയുണ്ട്. അതായത് വലിയ ആധുനിക സൗകര്യങ്ങൾ എത്തിച്ചാൽ പോലും ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് വീണ്ടും തിരിച്ചടിയാകാം. മാത്രമല്ല നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അതിൻ്റെ വ്യാപ്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തവുമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പുഴയുടെ ഒഴുക്ക് നമ്മൾ കാണുന്നതാണ്. ഇന്നലെ സ്ക്യൂബ സംഘം പറഞ്ഞത് അവർക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ സ്ക്യൂബ ചെയ്തുകൊണ്ട് ഒരു തിരച്ചിൽ നടത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അവർ ഉറപ്പിക്കുന്നുമുണ്ട്. ഔദ്യോഗികമായി അത് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുമുണ്ട്. ഇനി നമുക്കുള്ള സാധ്യതകൾ ഇതാണ്. അതായത് അത്യാധുനിക ഒരു യന്ത്രം അത് കൊണ്ടുവന്നാൽ സ്വാഭാവികമായും ഡ്രഡ്ജിംഗ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുക, കൂടുതൽ സോണാർ പരിശോധന ഉൾപ്പെടെ കാര്യങ്ങൾ സാധ്യമാണോ എന്നുള്ളത് ഒരിക്കൽ കൂടി പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം തുടർ തിരച്ചിൽ അതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാവുക. ഏതായാലും നേവി സംഘം അല്പസമയത്തിനുള്ളിലേക്ക് ഇവിടേക്ക് എത്തും എന്നുള്ളത് ഒരു വിവരമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ആകെയുള്ളൊരു ചിത്രം എന്ന് പറയുന്നത്. മാത്രമല്ല മണൽക്കൂന നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതേപോലെ തന്നെ മണൽക്കൂന ഈ വെള്ളത്തിനടിയിലുമുണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിലിന് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. ആ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ അത് പരിഗണിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും. ഏതായാലും മറുകരയിൽ നിന്നും ഡിങ്കി ബോട്ടുകൾ ഇറങ്ങും. ഇന്നലത്തേതുപോലെ തന്നെ ഇവിടെ നിന്നും ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയ ഒരു തിരച്ചിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. സോണാർ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ സൗകര്യങ്ങൾ എത്തിക്കാൻ തന്നെയാണ് നിലവിലിപ്പോൾ ഈ ജില്ലാ നമ്മളിപ്പോ ഈ 9ാം ദിവസത്തിലേക്ക് തെരച്ചിൽ നടത്തുന്നു എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 19ാം തീയതി തുടങ്ങിയാണ് ഇത് വലിയ രീതിയിൽ ഈ ഒരു തെരച്ചിലിനായി മലയാളി മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം സംസ്ഥാനം കർണാടകയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. പക്ഷെ അപ്പോഴൊക്കെ വന്നുകൊണ്ടിരുന്ന വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ടായിരുന്നു സാധാരണക്കാരായ നമ്മളെല്ലാവരും തന്നെ. പക്ഷെ അവിടെ എത്തി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങുമ്പോഴാണ് കുറേശ്ശെ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത്. അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഇപ്പോൾ ഒടുവിൽ ഇന്നലെ വന്ന ദൃശ്യങ്ങൾ കൂടി കാണുമ്പോഴാണ് ആ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ ഈ തെരച്ചിൽ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ലോറി കണ്ടെത്താൻ കഴിയുന്നില്ല, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ കുറച്ച് ജീവനുകളെ അവിടെ നിന്ന് കണ്ടെത്താൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരുന്നവരെല്ലാവരും തന്നെ ഇന്നലത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വല്ലാത്തൊരു അമ്പരപ്പിലാണ്. ഇതൊരു അത്രയ്ക്ക് ഗ്രാവിറ്റി ഉണ്ട് ഈ ഒരു അപകടത്തിനെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ പുതിയ സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ആ ദൃശ്യങ്ങൾ കൂടി മനസ്സിൽ വച്ചാകണം നമ്മളുടെ ഒരു കാത്തിരിപ്പല്ലേ? ഉറപ്പായിട്ടും. അതായത് നമ്മൾ ഈ നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യവും ഭീകരതയും അത് കൂടും എന്നുള്ള കാര്യത്തിലൊരു തർക്കവുമില്ല. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവാലി പുഴ അതിൻ്റെ ഒഴുക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത് ഈ നേവി സംഘം പറയുന്നത് പോലെ തന്നെ വെറുതെ നമുക്ക് അങ്ങനെ ഇറങ്ങി തിരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ പുഴയിലില്ല. മാത്രവുമല്ല അതൊരു ശാന്തമായ പുഴയൊന്നുമല്ല. നമുക്കറിയാം
ഈ ജലത്തിൻ്റെ നിറമടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും തിരിച്ചടിയാകും. അതിൻ്റെ വിസിബിലിറ്റി ഇഷ്യൂ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നേവി സംഘം ഇന്നലെ തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല ഈ മണൽക്കൂനയ്ക്ക് പിന്നാലെ ഈ മണലിങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ ഇത് ഗതിമാറി ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് കാർവാർ MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ്. മാത്രമല്ല ഇവിടുത്തെ നാട്ടുകാർ, തൊട്ടപ്പുറത്തെ കരയിൽ താമസിക്കുന്ന പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നദിയുടെ ഭീകരത അത് നമ്മൾ ഈ സാധാരണ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകുമോ എന്നറിയില്ല. പക്ഷേ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ മൺകൂന ഇടിഞ്ഞിങ്ങനെ താഴേക്ക് വന്നപ്പോൾ മറുകരയിലേക്ക് നദി മാറി ഒഴുകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും ഒഴുക്ക് കാര്യമായി തുടരുന്നുണ്ട്. ഇതിൻ്റെ ഏതാണ്ട് 20 അടിയോളം താഴ്ചയിലാണ് ഇതുള്ളത് എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഒരു പ്രാഥമിക വിലയിരുത്തൽ. പലയിടത്തും അതിനേക്കാൾ കൂടുതലാണെന്നും നേവി സംഘം പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വേണം തിരച്ചിൽ നടത്താൻ. അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും? അതായത് ഇപ്പോഴും ഈ സ്ക്യൂബ ഡൈവിംഗ് സാധ്യമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ മണൽക്കൂനയുണ്ട്, അതിനപ്പുറത്തേക്ക് ഒഴുക്ക്. ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒഴുകിപ്പോയാൽ പിന്നെ എത്തിപ്പോകുന്നത് അഴിമുഖത്തിലേക്കാണ്. അവിടെ എത്തുമ്പോൾ താഴ്ച കൂടുമെന്ന് പറയുന്നു. അതിനുമപ്പുറത്തേക്ക് ഇത് കടലിലേക്ക് പോകുന്ന ഭാഗമാണ്. അപ്പോൾ ആ രീതിയിലുള്ള സാധ്യതകളൊക്കെ സ്വാഭാവികമായും തിരച്ചിൽ നടത്തുന്നവരെയും ഭയപ്പെടുത്തുന്നുണ്ടാകാം. അതാണ് നേവി സംഘം കഴിഞ്ഞ ദിവസം കൊടുത്ത റിപ്പോർട്ടിലും പറയുന്നത്. അതായത് സ്ക്യൂബ ഡൈവ് ചെയ്തുകൊണ്ടുള്ള പരിശോധന ഏത് രീതിയിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും സംശയമുണ്ട്. അതിനപ്പുറത്തേക്ക് അവരിപ്പോൾ നടത്തുന്നത് സോണാർ ഉപയോഗിച്ചുകൊണ്ടൊരു മെറ്റൽ കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് ഇറങ്ങി പരിശോധന നടത്തുക. പരിശോധിച്ച ശേഷം, അതായത് ആ രീതിയിലുള്ളൊരു പരിശോധന നടത്തിയാൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ആഴത്തിലുള്ള തിരച്ചിൽ പരിശോധന. ഇതാണ് നിലവിൽ ഇപ്പോൾ ഇവർ ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ നേവി സംഘം ഇവിടേക്ക് എത്തും. ഇനി നമുക്കറിയേണ്ടത് ഇക്കാര്യത്തിൽ കർണാടക സർക്കാരിന്റെ തുടർ നിലപാടാണ്. അതായത് ഏത് രീതിയിലായിരിക്കും. കഴിഞ്ഞ ദിവസം ഇവിടേക്ക് മാധ്യമങ്ങളെ ഒന്നും കയറ്റിവിട്ടിരുന്നില്ല. മാത്രമല്ല ഒരു മന്ദഗതിയിലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇന്നലത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇനി എങ്ങനെയാകും ആ സർക്കാരിന്റെ സമീപനം, ജില്ലാ ഭരണകൂടത്തിന്റെ സമീപനം? ഈ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ആധുനിക സൗകര്യമുള്ള യന്ത്രം, അതായത് ഭൂമിഷൻ, അതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിക്കാനുള്ള പരമാവധി തിരക്കിട്ട നീക്കം നടത്തുന്നു. അത് ഇന്ന് തന്നെ എത്തിക്കുമെന്നുള്ളതാണ്. പക്ഷെ അതങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ തിരച്ചിൽ സംഘത്തിലെ കുറച്ച് പേർ ഇവിടേക്ക് ഈ കരയിലേക്ക് വന്ന് എത്തുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് അവരങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം പരിശോധിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേവി സംഘമാണ്. അവരെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇനി ഈ തിരച്ചിലേക്ക് കടക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അർജുന് വേണ്ടി ഒന്നാകെ ഒരു നാട് കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിൻ്റെ അവസാനം എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന മെഷീൻ അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ മെഷീനുകൾ എത്തിക്കും. ബോട്ടിൻ്റെ ഭാഗങ്ങൾ, അതായത് അവരുടെ ഡിങ്കി ബോട്ടിൻ്റെ മോട്ടോർ ഭാഗങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ ഇന്ന് നടത്തുക. സ്മിത. ശരി ഷഫീദ്, ഇപ്പോൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഈ ആധുനിക മെഷീനുകൾ എത്തിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഇത്ര മീറ്ററിന് താഴേക്ക് ഈ ദൃശ്യം കാണാൻ സാധിക്കാത്ത രീതിയിൽ, സിഗ്നലുകൾ എത്താത്ത രീതിയിൽ ഉള്ള പരിമിതികൾ, ആ പരിമിതികൾ ഒഴിവാക്കാൻ കൂടിയാണ് ഇപ്പോൾ അത്യാധുനിക സംവിധാനമായ ഇൻ്റലിജൻറ്റ് ഒബ്ജക്റ്റ് മെറ്റൽ ഡിറ്റക്ഷൻ സിസ്റ്റം എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത വിദഗ്ധർ ഇന്നലെ പറഞ്ഞ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതിൽ ഈ ഡ്രോൺ സൗകര്യവും കൂടെ അതിലുണ്ടാകും. അത് ദൃശ്യങ്ങളുടെ ഒരു വ്യക്തത, അതിൻ്റെ ഒരു കൃത്യതയ്ക്ക് വേണ്ടിയാണ്. കാരണം പുഴ അത്രയും ആഴത്തിൽ 20 മീറ്റർ കഴിഞ്ഞുള്ള പരിശോധനയിൽ കൂടി കൃത്യമായിട്ട് വ്യക്തത കിട്ടും. കാരണം പലപ്പോഴും ഈ സിഗ്നലുകൾ കിട്ടുമ്പോൾ അതിനൊരു വ്യക്തതയില്ലെങ്കിൽ ഇത് ലോറി തന്നെയാണോ, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ പോകേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം നിന്നിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് കൂടിയാണ് ഇന്നിപ്പോൾ കൂടുതൽ അത്യാധുനികമായ ഈ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ അതിൻ്റെ ഒരു സാങ്കത്യം. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ തെരച്ചിലിൽ അതിൽ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും തെരച്ചിൽ എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ തെരച്ചിൽ തുടങ്ങാനുള്ള ഒരു തടസ്സം? ഇന്നിപ്പോൾ 7 മണിയാകുന്നു, ഇപ്പോഴും തെരച്ചിൽ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. കൂടുതൽ സംഘം എത്തേണ്ടതുണ്ടോ? ദൗത്യ സംഘത്തിലേക്ക് കൂടുതൽ പേർ എത്തേണ്ടതുണ്ടോ? അതോ ഈ മെറ്റൽ ഡിറ്റക്ടർ അത് ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇത് തെരച്ചിൽ തുടരാൻ ഇങ്ങനെ വൈകുന്നത് ഷഫീദ്? സ്മിത, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇവർക്ക് ഈ തിരച്ചിലിന് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ഡിങ്കി ബോട്ടിൻ്റെ മോട്ടോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് നേവി സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യം. നമുക്ക് ഇതിൻ്റെ ഒരു വൈഡ് വിഷ്വൽ, അതായത് ഒരു വൈഡ് വിഷ്വൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും മഴ പെയ്യാം, ആ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഷിരൂരിലുള്ളത്. നമുക്ക് ഈ വൈഡ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. അതായത് ഒഴുകിയെത്തുന്ന ഗംഗാവാലി നദി, അതിന് തൊട്ടുമുറകിൽ മലനിരകൾ. സ്വാഭാവികമായും
നമുക്ക് ആ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയിരിക്കുന്നു. അപ്പോൾ ഏത് സമയത്തും മഴ സാഹചര്യമുണ്ട്. മാത്രവുമല്ല മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഗംഗാവാലി നദിയുടെ ഒഴുക്ക് അതിനൊട്ടും കുറവില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ തിരച്ചിലിന് തിരിച്ചടിയാകുന്നു. അതല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി പരിശോധന നടത്താനുള്ള തിരച്ചിൽ നടത്താനുള്ള ഒരു പ്രശ്നമാകുന്നു, തടസ്സമാകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് മാറണമെന്നുള്ള നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് വരുന്നു ജില്ലാ ഭരണകൂടത്തിൻ്റെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ നിലവിൽ റഡാർ സിഗ്നലും അതേപോലെ തന്നെ സോണാർ സിഗ്നലും ലഭിച്ച സ്ഥലത്ത് അവിടെയുള്ളൊരു പരിശോധന, അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, ജില്ലാ ഭരണകൂടം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടി, അതായത് നമുക്ക് ഇതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മറുകരയിൽ നിന്നുകൂടി പരിശോധിക്കാമെന്ന് തോന്നുന്നു. അതായത് ഇവിടെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം, അതായത് രക്ഷാപ്രവർത്തനം സാധാരണഗതിയിൽ നേവി സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്കാണ് ഡിങ്കി ബോട്ടിൽ തിരച്ചിൽ നടത്തുന്നത്. തൊട്ടപ്പുറത്തെ ഭാഗത്തും അതുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്തുകൂടി ഇത് മറുകരയാണ്. ഈ മറുകരയിലെ ആളുകളാണ്, അതായത് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓടി അകലുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. മണ്ണിങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വരുന്നു, വാഹനങ്ങൾ പതിക്കുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവർ ഓടി ഇങ്ങനെ അകലുകയാണ്. അവിടേക്ക് വിളിച്ച് വലിയ പരിഭ്രാന്തിയോട് ഓടുകയാണ്. ഏതായാലും അവിടെ നിന്ന് കൂടി ഒരു സംഘം ഇന്ന് പരിശോധനയ്ക്ക് സമാനമായ സാഹചര്യത്തിൽ ഇറങ്ങും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിടത്തു നിന്നും പരിശോധന നടത്തുക. നിലവിലിപ്പോൾ ഈ സോണാർ സിഗ്നലും അതേപോലെ തന്നെ റഡാർ സിഗ്നലും ലഭിച്ച സ്ഥലം, ആ സ്ഥലത്ത് കൂടുതൽ പരിശോധന, അവിടേക്ക് ആധുനിക സൗകര്യങ്ങൾ എത്തിച്ചുള്ള പരിശോധന. ഇപ്പോൾ നേവി സംഘത്തിന്റെ കൂടുതൽ വാഹനങ്ങൾ ഈ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. ഷഫീദ്, എത്രയും പെട്ടെന്ന് തന്നെ ഈ തെരച്ചിൽ തുടങ്ങാൻ കഴിയട്ടെ. ഇപ്പോൾ 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ കാണാം. SKN ചേരുന്നു. നമസ്കാരം.